വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഷവായ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് ഓവണോ മെഷീനോ ഒന്നും വേണ്ട, നമ്മൾ കുക്കറിലാണ് ഷവായ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് മാരിനേഷന് വേണ്ട സാധനങ്ങൾ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ വെളുത്തുള്ളി മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളെ പച്ചമുളകിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ മേലേക്കുള്ള ചിക്കൻ എടുക്കാത്തതാണ് നല്ലത്, കാരണം കുക്കിംഗ് ടൈം കൂടും, അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും കുറയും. തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കനാണ് നമുക്ക് വേണ്ടത്. ചിക്കന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പേപ്പർ ടവൽ വെച്ച് നന്നായിട്ട് തുടച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചിക്കനിൽ മുഴുവൻ നമുക്കൊന്ന് കുത്തി കൊടുക്കാം. മസാല നന്നായിട്ട് ചിക്കനിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലായിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഈ മസാല തേച്ച ചിക്കൻ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കി വരുന്ന മസാലയിലേക്ക് ഒരു ഉള്ളി പകുതിയാക്കിയതും, ഒരു ചെറിയ തക്കാളിയും, ഒരു ഉണക്ക നാരങ്ങയും, 3 ഏലക്കായും, പിന്നെ ഒരു കഷ്ണം പട്ടയും കഷ്ണം ബേ ലീഫും കുറച്ച് കുരുമുളകും ഇട്ടിട്ട് ഈ മസാലയിൽ നന്നായിട്ടൊന്ന് തേച്ചിട്ട് നമുക്ക് ചിക്കൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മസാലയൊക്കെ നന്നായിട്ട് ചിക്കൻ്റെ അകത്ത് ഇൻഫ്യൂസായിട്ട് നല്ല ഫ്ലേവർ വരും ചിക്കൻ കുക്കായിട്ട് വരുമ്പോൾ. നമുക്ക് ഈ ചിക്കൻ്റെ കാല് രണ്ടും ഒരു കഷ്ണം നൂല് കൊണ്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ കുക്കാവുന്ന സമയത്ത് ചിക്കൻ്റെ കാല് ഇങ്ങനെ വേറിട്ട് പോവില്ല, അത് ഒരു ഭാഗത്ത് തന്നെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ റെഡി ആയിട്ടുള്ള ചിക്കനെ നമുക്ക് ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ചോ ഒരു ക്ലിംഗ് ഫിലിം ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 5 മണിക്കൂറെങ്കിലും വെക്കണം. നിങ്ങൾ രാത്രി മുഴുവൻ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാം. ഇതിനായിട്ട് കുക്കർ ഒന്ന് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇത്രയും ഓയിൽ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ അലൂമിനിയം കുക്കർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്റ്റീൽ കുക്കർ ആകുമ്പോൾ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗം താഴോട്ടാക്കിയിട്ടാണ് വെക്കേണ്ടത്. അവിടെയാണ് കൂടുതൽ കുക്കിംഗ് വേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വന്നതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ നമുക്ക് ഒരു 10 മിനിറ്റും കൂടെ വേവിക്കാം. അത് കഴിഞ്ഞിട്ട് മുഴുവൻ പ്രഷറും കുക്കറിൻ്റെത് പോകണം. അതുവരെ നമ്മൾ കുക്കർ തുറക്കാൻ പാടില്ല. ചിക്കൻ ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മൊരിയിച്ചെടുക്കണം. അതിന് മുന്നേ ആയിട്ട് ചിക്കനിൽ നിന്ന് വന്നിട്ടുള്ള ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഓരോ ഭാഗവും മറിച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻ ബിറ്റ്വീൻ നമ്മൾ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും മസാല ഫ്ലേവർ നന്നായിട്ട് പിടിച്ചു കിട്ടും. ഈ ഒരു പാകത്തിലാണ് നമുക്ക് മൊരിയിച്ചെടുക്കേണ്ടത്. അങ്ങനെ എല്ലാ ഭാഗവും മൊരിയിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവായ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.